ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജുടോക്സ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ വേർഡ് ജേണൽ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ജെർ വിച്ച് മീൻസ് ഡേ. ജേണൽ എന്ന വാക്ക് വന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്ന് ജെർ എന്നതിലാണ്, ഡേ എന്നാണ് അതിനർത്ഥം. The primary book of accounts in which financial transactions are first recorded in chronological order is called journal. ജേണലിൽ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും റെക്കോർഡ്സ് ചെയ്യുക. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഏതാണോ ഫസ്റ്റ് നടന്നത് അത് അങ്ങനെ എഴുതി പോകുന്നതിനാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. ദിസ് ഈസ് ദ പ്രൈമറി ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രൈമറി ഏറ്റവും ഫസ്റ്റത്തെ ബുക്സ് എന്ന് തന്നെ ജേണലിനെ പറയാം. ജേണൽ ഈസ് ഓൾസോ നോൺ ആസ് ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓർത്തോളം ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ജേണലിനെ പറയുന്നുണ്ട്. ഓർ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആൻഡ് സബ്സിഡറി ബുക്ക്, സ്പെഷ്യൽ ജേണൽ എന്നൊക്കെ പറയുന്നുണ്ട്. ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേണൽ ഈസ് കോൾഡ് ജേണലൈസിങ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. ജേണൽ ഈസ് യൂസ്ഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസസ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ദെയർ ഒക്കർ. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണെന്ന് പറഞ്ഞു, ഓരോ സംഭവം നടന്നതിനനുസരിച്ച് അതിൻ്റെ ഡേറ്റിനനുസരിച്ച് റെക്കോർഡ് ചെയ്യുന്നു. ടു ക്ലാസിഫൈ ആൻഡ് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആർ ആസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ ട്രാൻസാക്ഷൻസ് നടന്നത് അത് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ആക്യുറേറ്റ്ലി റെക്കോർഡ് ബോത്ത് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിലൊക്കെ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ടു മേക്ക് ഇറ്റ് ഈസിയർ ടു പോസ്റ്റ് ട്രാൻസാക്ഷൻ ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമാക്കുന്നുണ്ട്. പിന്നെ ജേണൽ ഈസ് ദ മോസ്റ്റ് ബേസിക് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ് സിൻസ് ഓൾ അതർ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കറക്റ്റ്നെസ് ഓഫ് ജേണൽ എൻട്രീസ് മെയ്ഡ്. ജേണൽ എൻട്രി ഏറ്റവും നന്നായിട്ട് പ്രോപ്പറായിട്ട് നല്ല ഏറ്റവും വൃത്തിയിൽ എഴുതിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾ ജേണൽ എൻട്രീസ് ആർ മെയ്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് ആർ either debited or credited to the books of accounts. ജേണൽ എൻട്രീസ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്യുന്നത്? ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ആയിട്ടും റെക്കോർഡ് ചെയ്യാം. ദിസ് ഓൾസോ ഹെൽപ്സ് ഗ്രേറ്റ്ലി വിത്ത് ഈസി പോസ്റ്റിംഗ് ഓഫ് ലെഡ്ജർ ട്രാൻസാക്ഷൻ. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ക്രെഡിറ്റ് സൈഡിലാണോ ഡെബിറ്റ് സൈഡിലാണോ എന്നൊക്കെ ചെയ്യുന്നതോടെ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പമാക്കുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ എൻട്രീസ് റെക്കോർഡ് ഇൻ ജേണൽ ടു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പറയുന്നതാണ് പോസ്റ്റിംഗ്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ജേണൽ ബുക്ക് ദ ട്രാൻസാക്ഷൻസ് ആർ ദെൻ പോസ്റ്റഡ് ടു ലെഡ്ജർ. ജേണൽ പ്രിപ്പയർ ചെയ്ത അത് ലെഡ്ജറിലേക്ക് മാറ്റും. കൊടുത്തിരിക്കുന്ന ഒരു ജേണലിൻ്റെ മോഡലാണ്. ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, LF കോളം ഉണ്ടാവും, ഡെബിറ്റ് കോളം ഉണ്ടാവും, ക്രെഡിറ്റ് കോളം ഉണ്ടാവും. ഇനി ഓരോ പർട്ടിക്കുലേഴ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ദ ഡേറ്റ്. ഇൻ ദിസ് കോളം ദ ഡേറ്റ് ഓൺ വിച്ച് ദ ട്രാൻസാക്ഷൻസ് വാസ് റെക്കോർഡഡ്. എന്താണോ ട്രാൻസാക്ഷൻ നടന്നത് ആ ഒരു ഡേറ്റ് ആയിരിക്കും ഇതിൽ റെക്കോർഡ് ചെയ്യുക. ദ ഇയർ ഈസ് റിട്ടൺ അറ്റ് ദ ടോപ്പ് ഓഫ് ഫോളോയിങ് മന്ത്സ് ആൻഡ് ദെൻ ദ ഡേ. അതിൽ ഡേറ്റും ഇയറും മന്തും എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. നെക്സ്റ്റാണ് പർട്ടിക്കുലേഴ്സ്. എവരി ട്രാൻസാക്ഷൻ അഫക്ട്സ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. എല്ലാ ഒരു ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് 2 എണ്ണം, അതായത് ഡെബിറ്റും ഉണ്ടാവും ക്രെഡിറ്റും ഉണ്ടാവും. 1 ഈസ് ഡെബിറ്റഡ് ആൻഡ് ദ അതർ 1 ഈസ് ക്രെഡിറ്റഡ്. ഒന്ന് ഡെബിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈക്വലായിട്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ദ ഐറ്റം ദാറ്റ് ഈസ് ഡെബിറ്റഡ് ഈസ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് ആൻഡ് ദ വേർഡ് DR. നമ്മൾ ഫസ്റ്റ് കോളായിരിക്കും DR ഡെബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈസ് ഓൾസോ റിട്ടൺ after that in the next line the item which is credited is written a few spaces away from the margin starting to 2. അത് ആദ്യത്തേത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക, രണ്ടാമത്തേത് കുറച്ച് താഴെയായിട്ട് 2 എന്ന് ആഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിലെ എഴുതിയിരിക്കും. താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാപിറ്റൽ. മൂന്നാമത്തേതാണ് നറേഷൻ. ആഫ്റ്റർ എവരി ജേണൽ എൻട്രി എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ വിത്ത് നെസസറി ഡീറ്റെയിൽസ് ഈസ് ഗിവൻ. എല്ലാ ഒരു ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ ബ്രാക്കറ്റിൽ നമ്മൾ എന്താണ് സംഭവം ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കും. അതാണ് നറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ലെഡ്ജർ ഫോളിയോ. അതായത് ജേണൽ അക്കൗണ്ടിൽ ആണെങ്കിൽ LFും ലെഡ്ജർ അക്കൗണ്ടിലാണെങ്കിൽ JF ആയിരിക്കും ഉണ്ടാവുക. ലെഡ്ജർ ഫോളിയോ ഷോസ് ദ നമ്പർ ഓഫ് ദ പേജസ് ഓൺ വിച്ച് ദ ലെഡ്ജർ അക്കൗണ്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അക്കൗണ്ട് ഈസ് മെയ്ഡ്. നെക്സ്റ്റാണ് എമൗണ്ട്. ദ എമൗണ്ട് ദാറ്റ് ഈസ് ഡെബിറ്റഡ് ഈസ് മെൻഷൻ. എത്രയാണ് എമൗണ്ട് അതാണ് എമൗണ്ട് കോളത്തിൽ ഉണ്ടാവുക. ഡെബിറ്റഡ് കോളത്തിലാണെങ്കിൽ DR അക്കൗണ്ടിലുണ്ടാവും, അതുപോലെ തന്നെ CR അക്കൗണ്ടിലും ഉണ്ടാവും. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ജേണൽ എൻട്രീസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളൂ. ഫസ്റ്റ് അതാണ് സിമ്പിൾ ജേണൽ എൻട്രി. എനി എൻട്രി റെക്കോർഡ് ഇൻ ദ ജേണൽ വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 ഡെബിറ്റ് ആൻഡ് 1 ക്രെഡിറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ജേണൽ എൻട്രി.
സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ 1 ഡെബിറ്റും 1 ക്രെഡിറ്റും മാത്രമുള്ളതായിരിക്കും സിമ്പിൾ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനങ്ങൾ വിറ്റു ക്യാഷിന്, അന്നേരം ക്യാഷ് കോണ്ടപ്റ്റഡ് ടു സെയിൽസ്. അതാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. എ കോമ്പൗണ്ട് എൻട്രി ഇൻവോൾവ്സ് മോർ ദാൻ 2 അക്കൗണ്ട്സ്, 2 അക്കൗണ്ട്സിൽ കൂടുതലുണ്ടാവും. ആൻഡ് ഈസ് യൂസ്ഡ് വെൻ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ സിംഗിൾ എൻട്രി. അതായത് ഒറ്റ എൻട്രി തന്നെ മൾട്ടിപ്പിൾ 2ൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്തെന്നാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ആൻഡ് ദേ മേ നോട്ട് ഫോളോ ദ സ്ട്രിക്റ്റ് 1-to-1 റൂൾ ഓഫ് ജേണൽ എൻട്രീസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹9,000, ക്യാഷ് പെയ്ഡ് ടു ജേസൺ 6,000, റെൻറ്റ് പെയ്ഡ് ₹5,000. അതിൽ നമുക്ക് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് വരും, നമ്മൾ 9,000 ഡെബിറ്റിലും ക്രെഡിറ്റും കൊടുത്ത്. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ് ടു ജേസൺ, ആർക്കാ ക്യാഷ് ഇട്ട്? ജേസൺ കിട്ടി, അന്നേരം ക്യാഷ് പേ ചെയ്താണ് പോയതാണ്, അന്നേരം എന്ത് ചെയ്യും? ക്യാഷ് ക്രെഡിറ്റ് സൈഡിൽ വരും, ജേസൺ ഡെബിറ്റ് സൈഡിൽ വരും. ജേസൺ അക്കൗണ്ട് അപ് ടു ക്യാഷ് 6,000 വന്നു. റെൻറ്റ് പെയ്ഡ് റെൻറ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ലേ, ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റ് സൈഡിലും ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റ് സൈഡിലും. അന്നേരം റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പം റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് പോയതാണ് 5,000 വെച്ചത്. പക്ഷേ ഇതിനെല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് എഴുതുമ്പോൾ ആ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാം ഒരുമിച്ച് മേലെ വരും. അതായത് പർച്ചേസ് അക്കൗണ്ട് അപ് 9,000, ജേസൺ അക്കൗണ്ട് അപ് 6,000, റെൻറ്റ് അക്കൗണ്ട് അപ് 5,000 ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് താഴെ എഴുതും. ഇങ്ങനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എഴുതുക. മൂന്നാമത്താണ് ഓപ്പണിംഗ് ജേണൽ എൻട്രി. ആൻഡ് ഓപ്പണിംഗ് എൻട്രി ഇൻ എ ജേണൽ ഈസ് ദ ഫസ്റ്റ് എൻട്രി മെയ്ഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ ഫസ്റ്റത്തെ എൻട്രി ഉണ്ടാവില്ലേ, അതാണ് ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് ദാറ്റ് ക്യാരീസ് ഫോർവേഡ് ബാലൻസ് ഫ്രം ദ പ്രീവിയസ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിങ്ങിലെ ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഈ പ്രാവശ്യം ഓപ്പണിംഗ് ഉണ്ടാകുക. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് ആർ പാസ്ഡ് ത്രൂ ജേണൽ പ്രോപ്പർ. ഇത് എങ്ങോട്ടേക്കായിരിക്കും? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് അതുപോലെ പഠിച്ച് വെക്കുക. 1 വേർഡ് വരാറുണ്ട്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ് ആർ ഇങ്ങോട്ടേക്കാണ് പാസ്ഡ് ത്രൂ ജേണൽ പ്രോപ്പറിലേക്കായിരിക്കും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ജേണൽ പ്രോപ്പർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ക്ലോസിംഗ് ജേണൽ എൻട്രി. ദീസ് എൻട്രീസ് മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഇത് എപ്പോഴായിരിക്കും? അവസാനം അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ തയ്യാറാക്കുന്നതായിരിക്കും. ട്രാൻസ്ഫർ ബാലൻസ് ഫ്രം ടെമ്പററി അക്കൗണ്ട്സ്. ഇതൊരു എക്സ്പെൻസസ്, ലോസ്, ഇൻകംസ് ടു പെർമനൻറ്റ് അക്കൗണ്ട്സ്. അതായത് നമ്മൾ ഈ നോമിനൽ അക്കൗണ്ട്സിലെ അതിലാണ് നമ്മൾ ഈ ഒരു ക്ലോസിങ് ചെയ്യുക. അതായത് നോമിനൽ അക്കൗണ്ട്സാണ് ക്ലോസ് ചെയ്യുക എന്നാണ് പറയുന്നത്. എക്സ്പെൻസ് അതായത് റെൻറ്റ് പേ ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വർഷത്തെ റെൻറ്റ് കൊടുത്തു, ഇനി നമുക്കത് അടുത്ത വർഷത്തേക്കൊന്നും ആവശ്യമില്ല, അത് കൊടുത്തു കഴിഞ്ഞില്ല, അങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലാണ് ക്ലോസിംഗ് ജേണൽ എൻട്രി വരിക. ഓൾ നോമിനൽ അക്കൗണ്ട്സ് ടോട്ടൽസ് ആർ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബൈ പാസിംഗ് ക്ലോസിംഗ് എൻട്രി. ഇത് ക്ലോസിംഗ് എൻട്രി വരെ കഴിഞ്ഞ് പോയതാണ്. നെക്സ്റ്റ് ആണ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ് ടു അഡ്ജസ്റ്റ് അക്കൗണ്ട് ബാലൻസ് ഓഫ് ഫോർ അക്രൂവൽസ്, ഡിപ്രീസിയേഷൻ ആൻഡ് അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എൻഡിൽ തന്നെ മെയ്ഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഡിപ്രീസിയേഷൻസും അക്രൂവൽസും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസൊക്കെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. ആൻഡ് അതർ അഡ്ജസ്റ്റ്മെൻറ്റ് നെസസറി റിഫ്ലക്ട് ദ ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷൻ ആക്യുറേറ്റ്ലി. ഇത് എന്താ ബിസിനസ് ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് റെക്ടിഫൈങ് എൻട്രി. വെൻ ആൻ എറർ ഈസ് കമ്മിറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ദ സെയിം ഷുഡ് ബി കറക്റ്റഡ് ടു ഷോ ദ ട്രൂ നമ്പേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പം വല്ല മിസ്റ്റേക്കൊക്കെ വല്ല എററൊക്കെ സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഈ റെക്ടിഫൈങ് എൻട്രി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യും? എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പോൾ ഒരു 1000 നമ്മൾ 10,000 എഴുതിയെങ്കിൽ അങ്ങനെ വരുന്ന എറേഴ്സൊക്കെ നമ്മൾ ഈ ഒരു ഇതിലായിരിക്കും റെക്ടിഫൈ ചെയ്തിട്ട് പിന്നെയും തിരുത്തി എഴുതുക. ഇഫ് ദ എറർ ഈസ് ഇമ്മീഡിയറ്റ്ലി ഐഡൻറ്റിഫൈഡ് ഇറ്റ് മേ ബി ഫിക്സഡ് ബൈ സ്ട്രിക്കിങ് ഔട്ട് ദ റോങ് എൻട്രി ആൻഡ് റീപ്ലേസിങ് ഇറ്റ് വിത്ത് ദ കറക്റ്റ് വൺ. നമ്മൾ കണ്ടെത്തിയിട്ട് അത് തിരിച്ച് എഴുതും. നെക്സ്റ്റ് ആണ് കോൺട്രാ എൻട്രീസ്. ഇത് ഓർത്ത് വെക്കണേ. ഈ കോൺട്രാ എൻട്രീസ് ആൻഡ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഫണ്ട് ബിറ്റ്വീൻ 2 റിലേറ്റഡ് അക്കൗണ്ട്സ്. ഈ ഒരു വരി ഓർത്ത് വെക്കുക. ബിറ്റ്വീൻ 2 റിലേറ്റഡ് അക്കൗണ്ട്സിലാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് വരിക. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ കോൺട്രാ വൗച്ചർ. കോൺട്രാ എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബുക്ക്. ഇതെന്തിലാണ് വരിക? ക്യാഷ് ബുക്കിലും ബാങ്ക് ബുക്കിലേക്ക് ഇത് വരും. സച്ച് എൻട്രീസ് ആർ മാർക്ക്ഡ് ഇൻ ദ ക്യാഷ് ബുക്ക് വിത്ത് ദ ലെറ്റർ സി ഇൻ ദ ഫോളിയോ കോളം. ഇതിൽ ഫോളിയോ കോളത്തിൽ എന്ത് ചെയ്യും? സി എന്ന് നമ്മൾ രേഖപ്പെടുത്തും കോൺട്രാ എൻട്രീസ് ആകുമ്പോൾ.